നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ്. ഒന്നാമത്തെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ സി പി ആൻഡ് സി വി അവ തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടെത്തിയിരുന്നു. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ 2. എന്തിനാണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, അതായത് അഡിയബാറ്റിക് ഇക്വേഷൻ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് ഓർ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിൻ്റെ അഡിയബാറ്റിക് പ്രോസസ്സിലെ സ്റ്റേറ്റ് ഓഫ് ഇക്വേഷൻ, അതായത് മുമ്പ് നമ്മൾ എഴുതി വെച്ചിരുന്നത് പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റന്റ് എന്ന്. അതെങ്ങനെ കിട്ടിയതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതാണ് ഇവിടെ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് നൗ. അപ്പോൾ അത് അഡിയബാറ്റിക് ഇക്വേഷൻ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് അല്ലേ. അപ്പോൾ നമ്മൾ അഡിയബാറ്റിക് കണ്ടീഷനിലുള്ള ഒരു സിസ്റ്റമാണ് അസ്യൂം ചെയ്യേണ്ടത്. അതായത് കൺസിഡർ എ സിസ്റ്റം consider a system of one mole ideal gas insulated from surrounding. എന്തുകൊണ്ടാണ് ഇൻസുലേറ്റഡ് ഫ്രം സറൗണ്ടിങ് എന്ന് പറഞ്ഞത്? അഡിയബാറ്റിക് കണ്ടീഷനാണത്. കാരണം ഹീറ്റ് എക്സ്ചേഞ്ച് ഈസ് സീറോ ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ്. അതുകൊണ്ട് ഇൻസുലേറ്റഡ് ആയിട്ടില്ലെങ്കിൽ ഹീറ്റ് പുറത്താവാൻ പാടില്ല. അപ്പോൾ ആ സിസ്റ്റം ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അഡിയബാറ്റിക് പ്രോസസ്സാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ഈസ് സീറോ. ഓക്കെ, ഈ കേസിൽ ഫസ്റ്റ് ലോ ഓഫ് thermodynamics is written as d delta q written as delta q equal to du plus delta w. Delta q for adiabatic process, adiabatic heat exchange is zero, implies delta q is equal to 0. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും? ഫസ്റ്റ് ലോൻ്റെ ഇക്വേഷൻ 0 is equal to du plus delta w. നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ du സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ du ആൻഡ് ഡെൽറ്റ ഡബ്ല്യുക്ക് വേണ്ടിയും നമ്മൾ അതുപോലെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഡിയുക്ക് വേണ്ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ ഡബ്ല്യുവിൻ്റെ സിമ്പിളാണ്. എപ്പോഴും എന്താണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പി ഡി വി. ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ് ഇവിടെ കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് സ്മോൾ എമൗണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഡി വി. ഇനി വാട്ട് അബൌട്ട് ഡി യു എന്താ? du നമുക്ക് വി ക്യാൻ റൈറ്റ്
du. We can write du in terms of cv. cvൻ്റെ ടേമിൽ ഞാൻ du ചെയ്താണ്. cv എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ എന്താണ് സ്പെസിഫിക് ഹീറ്റ്? cv ഈക്വൽ ടു എപ്പോഴും ഇങ്ങനെയല്ല അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്, ഡെൽറ്റ ക്യൂ ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ക്യൂ എന്നുള്ളതിന് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഡി യു പ്ലസ് ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ക്യൂ ബട്ട് ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ സി വി ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഡി യു പ്ലസ് പി ഡി വി ആണ്. ബട്ട് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ടേം 0 ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ ക്യൂൻ്റെ അവിടെ ഡി യു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സി വി ഈസ് ഈക്വൽ ടു ഡി വി അല്ല ഡി യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ടേം പോയത്. അപ്പം ഇവിടെ കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡി യു ബൈ ഡി ടി എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഡി യു, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഡി യു ഈക്വൽ ടു സി വി ഡി ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ രണ്ടും ആയില്ലേ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഡെൽറ്റ ഡബ്ല്യൂയും റെഡിയായി, അതുപോലെ തന്നെ 2 ഇൻഗ്രീഡിയൻറ്റും റെഡിയായി, മറ്റേ ഇൻഗ്രീഡിയൻറ്റ് ഇതും റെഡിയായി, ഡി യു എന്നുള്ളതും റെഡിയായി. ഇനി അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ ഡി യു ആൻഡ് ഡെൽറ്റ ഡബ്ല്യു ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താവും? 0 ഈക്വൽ ടു ഇക്വേഷൻ 1 ബിക്കംസ് 0 ഈക്വൽ ടു സി വി ഡി ടി പ്ലസ് പി ഡി വി. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? സിൻസ് നമ്മൾ ഐഡിയൽ ഗ്യാസിനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സിൻസ് വി ആർ ഡീലിംഗ് വിത്ത് ഐഡിയൽ ഗ്യാസിനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ പി വി ഈസ് ഈക്വൽ ടു ആർ ടി ആണ് ഫോർ 1 മോൾ. ദാറ്റ് ഈസ് എൻ ഈക്വൽ ടു 1. 1 മോളിന് പി വി ഈക്വൽ ടു ആർ ടി ആണ്. നമ്മളെന്ത് ചെയ്തു? ഇതിൻ്റെ ഡിഫറൻഷ്യൽ എടുത്തു. നേരത്തെ നമ്മൾ ഡിഫറൻഷ്യലൊക്കെ എടുത്തിരുന്നു, അതേപോലെ ഇവിടെയും ഡിഫറൻഷ്യൽ ടേക്കിംഗ് എടുത്താൽ പി ഡി വി പ്ലസ് വി ഡി പി ഈസ് ഈക്വൽ ടു ആർ ഡി ടി. പ്രൊഡക്റ്റ് റൂൾ പോലെ തന്നെ കേട്ടോ ഡിഫറൻഷ്യൽ എടുക്കൽ. പിന്നെ ഇവിടെ അടിയിലുണ്ടാവില്ല, മറ്റൊരു തരത്തിലും എടുക്കാം. ഇതിനെന്ത് ചെയ്യുക? 2 ഭാഗത്തും ടൈമിന് അബൌട്ടായിട്ട് ഡെറിവേറ്റീവ് എടുക്കുക. അതായത് ഡി പി ബൈ ഡി ടി ഇൻറ്റു വി പ്ലസ് പി ഇൻറ്റു ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആർ. പിന്നെ ടെമ്പറേച്ചറിൻ്റെ അഗൈൻ ഡി ടി ബൈ ഡി ടി ആകുമ്പോൾ 1 ആവും. ഇനി എന്താവും? ഇവിടെ 2 ഭാഗത്തും അടിയിൽ ഡി ടി ഉണ്ട്, അതിനപ്പുറത്ത് കൊണ്ടായാൽ ആർ ഡി ടി എന്ന് കിട്ടും. അപ്പോൾ ഇത് തന്നെ കിട്ടുക. ഓക്കെ, അങ്ങനെയും ഡിഫറൻഷ്യൽ എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി അതിൽ നമ്മൾ ഡി ടി എന്താണെന്ന് എഴുതാം. ഡി ടിക്ക് വേണ്ടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇവിടെ. അപ്പോൾ അതിന് വേണ്ടി ഡി ടി ഈക്വൽ ടു പി ഡി വി പ്ലസ് വി ഡി പി ബൈ ആർ. എന്താ ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ഡി ടി ഇൻ ഇക്വേഷൻ 2 ആയിരുന്നു കേട്ടോ. ഇക്വേഷൻ 2 കൊടുക്കുക.
അപ്പോൾ എന്തായി മാറും? 0 ഈക്വൽ ടു സി വി ഇൻറ്റു ഡി ടിക്ക് വരെ കൊടുത്തു പി ഡി വി പ്ലസ് വി ഡി പി ബൈ ആർ പ്ലസ് രണ്ടാമത്തെ ടേം പി ഡി വി. ഇനി എന്താ ചെയ്യുക? മൊത്തം 6 കൊണ്ട് രണ്ട് സൈഡ് ഒന്ന് ഗുണിച്ചാൽ എന്താവും? 0 ഈക്വൽ ടു ഇവിടെ 6 കൊണ്ട് ഗുണിച്ചാൽ 0 തന്നെ, സി വി ഇൻറ്റു ഇവിടുത്തെ 6 കട്ടായി പോകും, വി പ്ലസ് വി ഡി പി പ്ലസ് ആർ, ഇവിടെ ഒരു 6 വരും, പി ഡി വി. ഇനി എന്താ ചെയ്യുക? നേരത്തെ നമ്മൾ കഴിഞ്ഞ ആപ്ലിക്കേഷനിൽ നമ്മൾ കണ്ടെത്തിയിരുന്നു സി പി മൈനസ് വി ഹാവ് പി ഡി വി, ബട്ട് ഫോർ ഐഡിയൽ ഗ്യാസ് we have for ideal gas we have Cp minus Cv is equal to R. ഇത് നമ്മൾ നേരത്തെ കണ്ടെത്തിയ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ. ഓക്കെ, ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ നമ്മൾ കണ്ടെത്തിയ സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആറിന് പകരം. അപ്പോൾ എന്താകും? 0 ഈക്വൽ ടു സി വി ഇൻറ്റു പി ഡി വി പ്ലസ് വി ഡി പി പ്ലസ് സി പി മൈനസ് സി വി, ആറിൻ്റെ പകരം സി പി മൈനസ് സി വി എന്ന് കൊടുത്തു, ഇൻറ്റു പി ഡി വി. ഇനി ബ്രാക്കറ്റ് രണ്ടിടത്തും ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്താവും? 0 ഈക്വൽ ടു സി വി ഇൻറ്റു പി ഡി വി പ്ലസ് സി വി ഇൻറ്റു വി ഡി പി പ്ലസ് സി പി ഇൻറ്റു പി ഡി വി മൈനസ് സി പി ഇൻറ്റു മൈനസ് സി വി ഇൻറ്റു പി ഡി വി. ഇനി മൊത്തമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ പ്ലസ് പി ഡി വി ഉണ്ട്, ഇവിടെ മൈനസ് പി ഡി വി ഉണ്ട്. രണ്ടിടത്തും സി വി ആണ് ഉള്ളതാനും. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്, ബട്ട് നെഗറ്റീവും പ്ലസും. അപ്പോൾ ഇത് 0 ആവും. അപ്പോൾ നമുക്ക് ബാക്കി എന്താണുള്ളത്? സി വി ഇൻറ്റു വി ഡി പി പ്ലസ് സി പി ഇൻറ്റു പി ഡി വി എന്നല്ലേ വരിക? ഇവിടെ സി പി ഇൻറ്റു ഈ ടേം സി പി ഇൻറ്റു പി ഡി വി. ഓക്കെ, അങ്ങനെയാണ് വരിക. ഇനി എന്താ ചെയ്യുക? ഇനിയിപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? അവർ ഗോൾ ഈസ് ഫൈൻ. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ഗോൾ എന്താ? പി വി റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നുള്ളത് കിട്ടേണ്ടി. അപ്പോൾ ഇവിടെ ഇതെന്തായാലും എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ഡി പിയും ഡി വി ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ടി വരും. ഓർത്ത് വെക്കുക. നിങ്ങൾ സ്റ്റെപ്പ് മറക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇതാണ് പറയുന്നത്, ട്രിക്കാണ് പറയുന്നത്. അപ്പോൾ ഇനി രണ്ട് ഭാഗത്തും ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്താവണം? ഒരു ഭാഗത്ത് പ്രഷറിൻ്റെ ടേം മാത്രമാവണം, ഒരു ഭാഗത്ത് വോളിയത്തിൻ്റെ ടേംസ് മാത്രമാവണം. അപ്പോൾ അതാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? മൊത്തമായിട്ട് ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ സി വി വി പി മൊത്തമായിട്ട് ഈക്വേഷൻ ഡിവൈഡ് ചെയ്യാം. 0 ഈക്വൽ ടു എൽ എച്ച് എസ് 0 തന്നെ ആയിരിക്കും. ഇവിടെ സി വിയും കട്ടാവും, വിയും കട്ടാവും. പിന്നെ എന്താവും? ഡി പി ബൈ പി പ്ലസ് ഇവിടെ ഒരു പ്രഷർ കട്ടാവും. പിന്നെ എന്താ വരും? അടിയിൽ സി വിയും വിയും വരും. സി പി ബൈ സി വി ഇൻറ്റു പി ബൈ വി. പി പോവും. പിന്നെന്താ ഉണ്ടാവുക? സി വി ഇൻറ്റു വി ആണ് അടിയിൽ ബാക്കി വരിക. ഡി വി ബൈ വി ഇതാണ് ബാക്കി വരിക. ഇപ്പോൾ നല്ല സുഖമല്ല ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ, രണ്ട് ഭാഗത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്ത് 0 ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രൽ ഡി പി ബൈ ഡി പി പ്ലസ് സി പിയും സി വിയും കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റഗ്രൽ ഡി വി ബൈ വി. എന്താ നമ്മളെന്ത് ചെയ്തു? വി കോൾ സി പി ബൈ സി വി വിച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഈ കോൺസ്റ്റൻ്റ് എന്ത് വിളിച്ചു? ഗാമ. ഇതിനെ ഗാമ എന്ന് വിളിച്ചു. അപ്പോൾ എന്താവും? 0 ഇൻറ്റഗ്രൽ 0 ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി പി ബൈ പി
പ്ലസ് ഗാമ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി വി ബൈ വി. ഓക്കെ, ഈ രണ്ട് ഭാഗം ഇനിയിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സീറോന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ അതിന് മനസ്സിലാക്കേണ്ടത് ഡി ബൈ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ സീറോന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടേണ്ടത്? കോൺസ്റ്റൻറ്റ് കിട്ടണം വേണ്ടേ? സീറോന് ഇൻ്റഗ്രേറ്റ് ഒരു കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 കിട്ടും. അപ്പോൾ സീറോന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കോൺസ്റ്റൻറ്റ് കിട്ടും. എ കോൺസ്റ്റൻറ്റ് കെ ഈക്വൽ ടു ഡി പി ബൈ പി എന്ന് പറഞ്ഞാൽ എൽ എൻ പി പ്ലസ് ഗാമ ഇൻറ്റു എൽ എൻ വി. ഗാമ എൽ എൻ വി എന്ന് വരും. ഇനി അടുത്തതായിട്ട് കെ ഇസ് ഈക്വൽ ടു എൽ എൻ പി പ്ലസ് ഗാമ എൽ എൻ പി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം എൽ എൻ ഓഫ് എക്സ് റൈസ് ടു എം പറഞ്ഞാൽ എന്താ? എം എൽ എൻ എക്സ് എന്നല്ലേ. അപ്പോൾ ഇത് നേരെ തിരിച്ചും ഇങ്ങോട്ട് പറഞ്ഞൂടെ? എം എൽ എൻ എക്സ് പറഞ്ഞാൽ എൽ എൻ ഓഫ് എക്സ് റൈസ് ടു എം. അതുപോലെ ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് ഗാമയാണ്, എക്സിൻ്റെ സ്ഥാനത്ത് വി ആണ്. അത്രേ ഉള്ളൂ. അപ്പോൾ എൽ എൻ ഓഫ് വി റൈസ് ടു ഗാമ എന്ന് എഴുതാം. ഈ രണ്ടാമത്തത് എൽ എൻ ഓഫ് എ പ്ലസ് എൽ എൻ ഓഫ് ബി പറഞ്ഞാൽ എന്താ? എൽ എൻ ഓഫ് എ ബി. ലോഗ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ലോഗ് എക്സ് റൈസ് ടു എം പറഞ്ഞാൽ എം ലോഗ് എക്സ് എന്ന് എഴുതാം. അതുപോലെ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബി. രണ്ടിയും പ്രോപ്പർട്ടി എൽ എൻ ആണെങ്കിലും ലോഗ് ആണെങ്കിലും പ്രോപ്പർട്ടി ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ ലോഗ് ആകുമ്പോൾ 2.303 എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് പുറത്തുണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പോൾ കെ ഈക്വൽ ടു എൽ എൻ ഇത് ലോഗ് എ പ്ലസ് ലോഗ് ബി, ദാറ്റ് ഈസ് ലോഗ് എ ബി ലോഗ് പി വി റൈസ് ടു ഗാമ. ലോഗ് ഇതിൻ്റെ അർത്ഥം എന്താ? ലോഗല്ല പി വി റൈസ് ടു ഗാമ, ദാറ്റ് ഈസ് എൽ എൻ പി വി റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ? ഇതല്ലേ കെ എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ്. അതായത് പി വി റൈസ് ടു ഗാമ, അതിൻ്റെ അർത്ഥം എന്താ? പി വി റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. വാട്ട് ഈസ് ദിസ്? നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഇക്വേഷനാണിത്, ഒരു എക്സ്പ്രഷനാണ്. ദിസ് ഈസ് ഇതെന്താണ്? ദിസ് ഈസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർ ആൻ അഡിയബാറ്റിക് പ്രോസസ് ഫോർ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിനുള്ളതെന്ന് ഓർത്ത് വെക്കുക. പി വി റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? എല്ലാവരും ഓർത്ത് വെക്കുക. ഇതിൻ്റെ ഡെറിവേഷൻ വളരെ സിമ്പിളാണ്. രണ്ടിൻ്റെയും മെത്തേഡ് നമ്മളിപ്പോൾ സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ എന്ന് കണ്ട ഡെറിവേഷനും ഇതൊക്കെ ഒരേ രീതിയിലാണ് പോരുന്നത്. ഫസ്റ്റ് ലോക്കുള്ള എക്സ്പ്രഷൻ എഴുതി, പിന്നെ അതിനുള്ള കണ്ടീഷൻ കൊടുത്തു, പിന്നെ ഡി യു എന്നുള്ളതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡെൽറ്റ ഡബ്ല്യു എന്നുള്ളതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ അത് മാത്തമാറ്റിക്കലായിട്ട് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്കിത് കിട്ടും. ഓക്കെ, ഇനി പി വി റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇനി ഈ ഇക്വേഷൻ നമുക്ക് ഐഡിയൽ ഗ്യാസ് ആണല്ലോ. ഈ ഇക്വേഷന് അതായത് അഡിയബാറ്റിക് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം. ടെമ്പറേച്ചറിൻ്റെയും വോളിയത്തിൻ്റെയും ടേമിൽ ഈ ഇക്വേഷൻ എഴുതി നോക്കാം. വി ഹാവ് പി വി റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്, but for ideal gas PV is equal to RT implies നമുക്ക് എന്തിൻ്റെ? ടെമ്പറേച്ചറിൻ്റെയും വോളിയത്തിൻ്റെ അല്ലേ. അവിടെ വോളിയത്തിനെ പ്രഷറിനെ മാറ്റി എന്ത് ചെയ്യുക? ടെമ്പറേച്ചറിൻ്റെ ടേമിൽ എഴുതി വെക്കുക. അപ്പോൾ ഈ എന്താവും? ഈ പ്രഷറിൻ്റെ പകരം ഇവിടെ ടെമ്പറേച്ചർ വന്നാൽ നമുക്ക് ആവശ്യമുള്ളതായി. ടെമ്പറേച്ചറിൻ്റെയും വോളിയത്തിൻ്റെയും ടേമിലായി. അപ്പോൾ പ്രഷറിൻ്റെ പകരം ഇവിടെ എന്ത് ചെയ്താൽ പി ഈസ് ഈക്വൽ ടു ആർ ടി ബൈ വി എന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? അത് നമ്മളെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അഡിയബാറ്റിക് ഇക്വേഷനിൽ ആർ ടി ബൈ വി
ആർ ടി ബൈ വി ഇൻറ്റു വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നല്ലേ. ആറ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെന്താ ടി വി റേസ് ടു ഗാമ ബൈ വി എന്ന് പറഞ്ഞാൽ വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഈ ആറിനെ ഈ ഭാഗത്ത് കൊണ്ടുപോകാം. അപ്പോൾ ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ആറ്, കോൺസ്റ്റൻറ്റ് ബൈ ആറ് തരും. അത് ദാറ്റ് ഈസ് അഗെയിൻ എ കോൺസ്റ്റൻറ്റ് ബൈ ആറല്ലേ. ആറ് കോൺസ്റ്റൻ്റാണ്, മേലെ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അഗെയിൻ എ കോൺസ്റ്റൻറ്റ്, again a constant. Again a constant, that is tv raised to gamma minus 1 is a constant. ഇത് ടെമ്പറേച്ചറിൻ്റെയും വോളിയത്തിൻ്റെയും ടേമിൽ അഡിയബാറ്റിക് ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോൾ നമ്മൾ അഡിയബാറ്റിക് ഇക്വേഷൻ ഓഫ് മോഷൻ്റെ പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും ടേമിൽ എഴുതി, അതുപോലെ ടെമ്പറേച്ചറിൻ്റെയും വോളിയത്തിൻ്റെയും ടേമിൽ എഴുതി. ഇനി ഒരു ഇതും കൂടി ബാക്കിയില്ലേ, പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും ടേമിൽ എഴുതിയാലോ. ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും ടേമിൽ എഴുതാൽ എങ്ങനെ നമുക്കറിയാം. ആദ്യം നമ്മൾ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇനിയോ അപ്പോൾ പ്രഷർ വർത്തനം നോട്ടെ, നമുക്ക് ഈ വോളിയത്തിൻ്റെ പകരം ടെമ്പറേച്ചറാണ് വേണ്ടി. അപ്പോൾ നമ്മൾ അഗെയിൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഇസ് ആർ ടി ഫോർ 1 മോൾ ആട്ടോ നമ്മൾ കൺസിഡർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇവിടെ വിക്ക് പകരം കൊടുത്താൽ എന്താവും, ആർ ടി ബൈ പി എന്നാവും. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മൾ ഇക്വേഷനിൽ. എന്താവും, പി വിൻ്റെ അവിടെ ആർ ടി ബൈ പി ഓൾ റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് കൊടുക്കുമ്പോൾ എന്താവും, ആർ റേസ് ടു ഗാമ പിന്നെ പി റേസ് ടു, ഇവിടെ ഒരു പി ഉണ്ട് പുറത്ത് വെക്കട്ടെ, പി ഇവിടെ ഉണ്ട് കേട്ടോ പുറത്ത്. പിന്നെ ആർ റേസ് ടു ഗാമ ടി റേസ് ടു ഗാമ ബൈ പി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ മേലെ പി, അടിയിൽ പി റേസ് ടു ഗാമ എന്താവും പി റേസ് ടു 1 മൈനസ് ഗാമ, പിന്നെ ആർ റേസ് ടു ഗാമ, പിന്നെ ടി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റൻറ്റ്. എന്താവും, ഈ ആറിനെ ഈ ഭാഗത്ത് കൊണ്ടുപോയി പി റേസ് ടു 1 മൈനസ് ഗാമ ഇൻറ്റു ടി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ് ബൈ ആർ റേസ് ടു ഗാമ. ദിസ് ഈസ് അഗെയിൻ എ കോൺസ്റ്റൻറ്റ്, കാരണം ഗാമ കോൺസ്റ്റൻ്റ് ആണ്, ആറ് കോൺസ്റ്റൻ്റ്. അഗെയിൻ എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് പി റേസ് ടു 1 മൈനസ് ഗാമ ഇൻറ്റു ടി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ 3 ഇക്വേഷൻ കിട്ടി. ഏതൊക്കെയാണത്, അഡിയബാറ്റിക്, ഐഡിയൽ ഗ്യാസ്, അഡിയബാറ്റിക് ഇക്വേഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് നമ്മൾ ഏതൊക്കെയാണ് എഴുതിയത്, എല്ലാം കൂടി ഒരുമിച്ച് ചെയ്താണെങ്കിൽ ഒന്നെന്താ, പിൻ്റെയും പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും ടൈമിൽ പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റൻറ്റ്. രണ്ടാമത്തത് ടി വി റേസ് ടു എന്താ നമ്മൾ മേലെ കണ്ടെത്തിയത്, ടി വി റേസ് ടു 1 മൈനസ് ഗാമ, ടി വി റേസ് ടു ഗാമ മൈനസ് 1, ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈസ് എ കോൺസ്റ്റൻറ്റ്. പിന്നെ ഫൈനലി നമ്മൾ കണ്ടെത്തിയത് പി റേസ് ടു 1 മൈനസ് ഗാമ ടി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്.
ഇതിന് മറ്റൊരു തരത്തിലും എഴുതാം വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ടി റേസ് ടു ഗാമ മൈനസ് 1 ടി റേസ് ടു മൈനസ് ഗാമ ഈസ് കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ എഴുതാണെങ്കിൽ കാരണം എന്താ, ഇത് രണ്ട് ഭാഗത്തും റെസിപ്രോക്കൽ എടുത്താൽ അങ്ങനെ ആവും, 1 എന്നാവും. പിന്നെ ഈ സൈനൊക്കെ റിവേഴ്സ് ആവും. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ പി റേസ് ടു ഗാമ മൈനസ് 1/t റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. മൈനസ് ഗാമ പറഞ്ഞാൽ അടിയിൽ നിൽക്കണ പോലെ അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, അത് മൂന്നും പഠിക്കുക. മൂന്നും പഠിച്ചാൽ ഇതാണ് പ്രധാനം. പിന്നെ ഇതുപോലെ ഇതൊക്കെ മാറ്റി ചെയ്താൽ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ മാറും. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു.